ഇനി എനിക്ക് കേൾക്കണം നിങ്ങൾക്ക്. ഇതാണ് അതാവത്ത് പിന്നെ വരാത്തതിന്റെ കള്ളി. ഇനി മൗലവിന്റെ രസം കേൾക്കണം നിങ്ങൾക്ക്. നല്ല രസമായി പറയാൻ പോകുന്നത്, അതിനേക്കാൾ രസമായി വരാൻ പോകുന്നത്. മൗലവിയുടെ വൈരുദ്ധ്യങ്ങൾ 6 വൈരുദ്ധ്യം, 1/2 ഡസൻ വൈരുദ്ധ്യം ഈ വിഷയത്തിൽ ഞാൻ ഇപ്പൊ ഉദ്ധരിക്കാൻ പോവാൻ. 6 വൈരുദ്ധ്യം. എന്താണെന്നറിയോ? ഒന്ന്, ഞാൻ എന്താണ് അവിടുന്ന് ഓതിയത്, അതിനെപ്പറ്റി മൗലവി ഒരിക്കൽ പറയുന്നത് ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ എന്നാണ് ഓതിയത്. ഒരിക്കൽ പറയുന്നത് ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ ഫകുലുഹു ഹനിയം മരിയാന്നാ ഓതിയത്. പിന്നെ ഒരിക്കൽ പറയുന്നത് ഫൈൻ തിബനലക്കും മിൻഹു മിൻ ഷൈഇൻ ഫകുലുഹു ഹനിയം മരിയാന്നാണ് ഓതിയത്. 3 ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞതാ. അയാളെ നാവുകൊണ്ട് അയാളെ റൂഹില്ലാത്ത നിലക്ക് തടിയും നിങ്ങൾക്ക് കാണാം. അയാള് 3 പ്രാവശ്യം പറഞ്ഞു 3 എണ്ണം. ഒരിക്കൽ പറഞ്ഞത് ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ എന്നാണ് ഓതിയത് പേരോട്. ഒരിക്കൽ പറഞ്ഞത് ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ ഫകുലുഹു ഹനിയം മരിയാന്നാണ് ഓതിയത്. പിന്നെ ഒരിക്കൽ പറഞ്ഞത് ഫൈൻ തിബനലക്കും മിൻഹു മിൻ ഷൈഇൻ ഫകുലുഹു ഹനിയം മരിയാന്ന് ഓതിയത്. ഞാൻ ചോദിക്കുന്നത് ലെവലുള്ള സമയത്ത് പറഞ്ഞത് ഏതാണ്? വെക്കുവനെ നോക്കണം നിങ്ങൾ. ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ നാം ഉപരോധിയത്. നോക്കണം നിങ്ങൾ. ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ നാം ഉപരോധിയത്. പേരോട് നിങ്ങൾ ഇവിടെ ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ ഫകുലുഹു ഹനിയം മരിയാന്നല്ലേ ഓതിയത്. പേരോട് നിങ്ങൾ ഇവിടെ ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ ഫകുലുഹു ഹനിയം മരിയാന്നല്ലേ ഓതിയത്. നിങ്ങൾ ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ ഫകുലുഹു ഹനിയം മരിയാന്നാ ഓതിയത്. നിങ്ങൾ ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ ഫകുലുഹു ഹനിയം മരിയാന്നാ ഓതിയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് 3 പറഞ്ഞ അയാളാണ്. ഇയാൾക്ക് ലെവലുള്ള സമയത്താ. ഇനി കേട്ടോളി. ഇനി അപ്പോ ഒരു വൈരുദ്ധ്യ കാണിച്ച്. ഇനി രണ്ടാമത്തത് ഞാന് എന്താണ് ചോദിച്ചത്, മിൻ ചെയ്യുന്നാണോ എന്ന് ഉസ്താദിനോട് ചോദിച്ചല്ലോ. അതിനെപ്പറ്റി അയാൾ പറയുന്നത് അങ്ങനെയല്ലേ എന്നാ ചോദിച്ചത് എന്ന് ഒരിക്കൽ പറയുന്നു. പിന്നെ ഒരിക്കൽ പറയുന്നത് മിൻ ചെയ്യുന്നോ അൻ ചെയ്യുന്നോ ആണ് ചോദിച്ചത്. രണ്ടും കള്ളത്തരാ, രണ്ടും ചോദിച്ചിട്ടില്ല. കേട്ടോളി. തിബനലക്കും എന്ന് പറഞ്ഞിട്ട് വൈൻ തിബനലക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്ത് ചെയ്തു? ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനല്ലേ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി 3 പ്രാവശ്യം വെച്ചതാണ്. അങ്ങനല്ലേ എന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനല്ലേ എന്ന് ചോദിച്ചു എന്നാണ്. എന്നാ അടുത്ത് വെക്കട്ടെ. അടുത്തുള്ള ആളോട് ചോദിച്ചു, അടുത്തുള്ള ആളോട് ചോദിച്ചു, മിൻ ചെയ്യുന്ന അൻ ചെയ്യുന്നോ എന്നാ ചോദിച്ചതെന്ന് അയാൾ എന്നെ പറയുന്നത് വേറൊരു സമയത്ത്. ഇയാൾ ഇത് വിശദീകരിക്കാൻ നിന്നിട്ട് ആകെ പതറിപ്പോയതാണ്. എനിക്ക് കേട്ടോളെ വേറൊരു വൈരുദ്ധ്യം. ഈ ചോദിച്ച മുസ്ലിയാരുണ്ടല്ലോ, ഹൈദറൂസ് മുസ്ലിയാർ, മൂപ്പരെ പറ്റി മൂപ്പർ പറയുന്നത് ആ മുസ്ലിയാർ ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ എന്നെ പറഞ്ഞു എന്തോ പറഞ്ഞിട്ടുണ്ടാവും. രണ്ടും അയാൾ എന്നെ പറഞ്ഞു. കേട്ടോളി. അപ്പൊ കേട്ട മുസ്ലിയാർ ഒന്നും പറഞ്ഞിട്ടില്ല, കേൾക്കുമ്പോൾ മനസ്സിലാവും ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര് ഒന്നുകിൽ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നുകൂടി വെക്കുമല്ലോ, ഒന്നുകൂടി വെക്ക്. അപ്പൊ കേട്ട മുസ്ലിയാർ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര് ഒന്നുകിൽ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇനിയാണ് ഇത് ഞാൻ ചോദിച്ചത് എപ്പോഴാണ്? അയാൾ പറയുന്നത് ലക്കും മിൻ ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ എന്ന് പറഞ്ഞിട്ടാ ചോദിച്ചത് എന്ന് അയാൾ പറയുന്നു. ഒരിക്കൽ അയാൾ പറയുന്നത് ഫൈൻ തിബനലക്കും എന്ന് പറഞ്ഞിട്ടാ ചോദിച്ചത്, മിൻ ഷൈഇൻ ഇല്ലാതെ. അത് രണ്ടും അയാൾ ആവുണ്ടെന്ന് പറയട്ടെ. തിബനലക്കും മിൻ ഷൈഇൻ ഓതി. എന്നിട്ട് അടുത്തുള്ള ആളോട് ചോദിച്ചു, ഒന്നൊരു വെക്കതില്ല. തിബനലക്കും മിൻ ഷൈഇൻ ഓതി. എന്നിട്ട് അടുത്തുള്ള ആളോട് ചോദിച്ചു, മറ്റേ വെക്ക് മിൻ ഷൈഇൻ ഇല്ലാണ്ട്. ഫൈൻ തിബനലക്കും എന്ന് പറഞ്ഞിട്ട് വൈൻ തിബനലക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്ത് ചെയ്തു? ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, അങ്ങനെയല്ലേ? കണ്ടോ? ഒരു പ്രാവശ്യം പറഞ്ഞത് ഫൈൻ തിബനലക്കും മിൻ ഷൈഇൻ എന്ന് പറഞ്ഞിട്ടാ ചോദിച്ചത്. ഒരിക്കൽ പറയുന്നത് ഫൈൻ തിബനലക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്ത് ചെയ്തു? സദസ്സിലോട്ട് തിരിഞ്ഞിട്ട് ചോദിച്ചു, അങ്ങനല്ലേ?